ഞാനും അമ്മയും കൂടെ പൂരത്തിന് പോവാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ പൂരമാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിലെങ്ങാനും പോയ പൂരമാണ് കേട്ടോ. അതുകൊണ്ട് അവിടുത്തെ പൂരത്തിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് രാവിലെ കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലുള്ള ഒരു ഹോട്ടലിൽ നിന്നാട്ടോ ഫുഡ് കഴിച്ചത്. ഞാൻ അമ്മയും പൂരി മസാലക്കറി മതി എന്നാട്ടോ പറഞ്ഞത്. എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ അമ്പലത്തോട്ട് കയറും കേട്ടോ. നല്ല തിരക്കാണ്. അപ്പൊ എന്റെ കൈ പിടിച്ചോണ്ട് പാറുകുട്ടി നടക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം അമ്പലത്തോട്ട് കയറാൻ കേട്ടോ. അങ്ങനെ ദേവിയുടെ ആറാട്ടുകുളി കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ ഞങ്ങള്. ഏഴാമ്പൂരം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റെപ്പ് മൊത്തം ഇറങ്ങിയിട്ട് വേണം ആന വരാൻ കേട്ടോ. അതൊരു വലിയ ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ ആന ഇറങ്ങുന്നതും വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കും കേട്ടോ ഞങ്ങള്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പാവ ആനകൾ എല്ലാവരും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ ആനകൾ സ്റ്റെപ്പ് ഇറങ്ങിയത് കാണാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുന്നത്? അതൊരു വലിയ ടാസ്ക് തന്നെ കേട്ടോ. പാവ ആന ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇറങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടുത്ത് ആനേനെ കാണുന്നത്. ആനയുടെ നോട്ടം കണ്ടിട്ടൊന്നും എനിക്ക് ഇച്ചിരി പേടിയായി. ഇത്ര വെയിലത്ത് എന്തല്ലേ, പിന്നെ ഒരു സംഭാരമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് സംഭാരമൊക്കെ കുടിച്ചു. അതുകൊണ്ടൊന്നും നമുക്ക് മതിയാവില്ലല്ലോ, ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കണ്ടേ. പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ചേ. അങ്ങനെ പാറുക്കുട്ടി ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഫുഡൊക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഇത്രയും വലിയൊരു ക്യൂലൊക്കെ നിന്നു കേട്ടോ. ചോറും സാമ്പാറും പയറേറിയും പിന്നെ ഒരു മാങ്ങച്ചാറും ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ്. അവർ നല്ല നീറ്റായിട്ടാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ പഞ്ചാരിമാലൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ അമ്മമ്മേനെ കാണാൻ പോയിട്ടോ. കയറിയപ്പോൾ തന്നെ അവിടെ ആദ്യം കണ്ടത് പ്ലം ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് നല്ല ചുവന്ന തൊടുത്ത പ്ലം ഒക്കെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ. അത് കഴിക്കാൻ നല്ല പുളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ബസ് കയറി കേട്ടോ. രാവിലെ 7 മണിക്ക് ഇറങ്ങിയ ഞങ്ങള് 4:45 വീട്ടിലെത്തിയത്. അപ്പൊ ആയിരിക്കായിട്ടൊരു സാധനമൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ പറഞ്ഞു കേട്ടോ. ആളാകെ സർപ്രൈസ് ആയിട്ട് നിൽക്കുകയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് കൊണ്ടുവന്നത്. മണത്ത് നോക്കിയപ്പോഴൊന്നും അവൾക്ക് മനസ്സിലായില്ല കേട്ടോ. അവൾ എപ്പോഴും പറയുന്ന ഒരു ഫുഡാണ് കേട്ടോ കുബൂസ്. പക്ഷെ ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നത് ഷവർമ്മയായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ ആയിരിക്കും നല്ല സന്തോഷമായിട്ടോ. പിന്നെ ഒട്ടും വൈകിച്ചില്ല, നേരെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു കേട്ടോ. പിന്നെ അതിന്റെ പാക്കൊക്കെ പൊട്ടിച്ചേ. അത് പാക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അതിന്റെ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഷവർമ്മ. ഇതിന്റെ മിക്സ് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഓരോ കുബൂസിലേക്ക് ആവശ്യത്തിന് എടുത്തു കേട്ടോ. 3 ആൾക്കുള്ളത് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. അങ്ങനെ ആവശ്യത്തിനുള്ളത് ഫില്ല് ചെയ്തിട്ട് പിന്നെ അത് റോളാക്കിയിട്ട് പിന്നെ അതങ്ങോട്ട് കഴിച്ച് നോക്കിയിട്ടോ. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ചെറുപ്പം തൊട്ടേ എനിക്കായിരിക്കും ഷവർമ്മയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനത് കഴിച്ച് നോക്കി. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല, അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ നല്ല അടിപൊളി ഫില്ലിങ്സ് ആയിരുന്നേ. ഷവർമ്മ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാതെ പിന്നെ എങ്ങോട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ.